ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ്. അനധികൃത ഖനനത്തിന് കയ്യേറ്റങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾ കൂട്ടുനിന്നുവെന്ന് ഇത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പരിസ്ഥിതി ലോല മേഖലയാണ് ഉരുൾപൊട്ടലുണ്ടായത്. പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി മനുഷ്യരെയും സംരക്ഷിക്കുമെന്ന് വനം മന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രദേശത്ത് കയ്യേറ്റം തടയാൻ നടപടികൾ ഉണ്ടായിട്ടില്ല. കയ്യേറ്റത്തിന് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ സംരക്ഷണം നൽകുമെന്നും മന്ത്രി വിമർശിച്ചു. പരിസ്ഥിതി ലോല മേഖലകൾക്കായി സംസ്ഥാന സർക്കാർ കൃത്യമായ പദ്ധതി തയ്യാറാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി സംസ്ഥാന സർക്കാർ അവഗണിക്കുകയാണ്. പരിസ്ഥിതി ലോല മേഖല അനധികൃത ഖനനവും കയ്യേറ്റവും പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ നൽകിയ മുന്നറിയിപ്പുകളെ എല്ലാം അവഗണിച്ചു. ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും എല്ലാം ഇല്ലാതാക്കേണ്ടതാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു. കനത്ത മഴ കാരണമുള്ള പ്രകൃതിക്ഷോഭ സാധ്യത സംബന്ധിച്ച് കേരളത്തിന് 7 ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞത്.